എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വിദ്യാർത്ഥികളിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന സംശയങ്ങളാണ് ഈ ഒരു +1 അടുത്ത വർഷം +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടായിരിക്കുമോ, അതുപോലെ തന്നെ +2ൻ്റെ അതായത് +2 കമ്പാർട്ട്മെൻ്റൽ വിദ്യാർത്ഥികളുണ്ടാകും. അതായത് +2 കഴിഞ്ഞ വർഷവും അല്ലെങ്കിൽ അതിന് മുൻ വർഷങ്ങളിൽ +2 കഴിഞ്ഞ ശേഷവും ഏതെങ്കിലും സബ്ജക്റ്റുകളൊക്കെ പാസ്സാവാനായിട്ട് അതായത് മിനിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കാതിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികളിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന സംശയങ്ങളാണ് +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്കാണോ പരിഗണിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് മുൻപ് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്കാണോ നിങ്ങളുടെ മാർക്കായിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന അടുത്ത സംശയമാണ് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടായിരുന്ന അതായത് മാർക്ക് ടോട്ടൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടോട്ടൽ പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള 36 അല്ലെങ്കിൽ 48 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വീണ്ടും +2 പരീക്ഷ എഴുതേണ്ടതുണ്ടോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ടാവും. അപ്പോൾ എല്ലാവിധ സംശയങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യമാണ് ഈ വർഷം +1 പബ്ലിക് എക്സാമിനേഷന് ശേഷം വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷം +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടായിരിക്കുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ വർഷത്തെ +1 പരീക്ഷ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ വർഷം മുതൽ ഈ ഒരു +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ മാർച്ച് മാസത്തിലാണ് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് സാധാരണഗതിയിൽ നിങ്ങൾ മാർച്ചിൽ ഈ ഒരു +1 പബ്ലിക് എക്സാമിനേഷൻ എഴുതി നിങ്ങൾക്ക് വല്ല മാർക്ക് കുറവുണ്ട്, അതായത് +1ൽ മിനിമം മാർക്ക് ഇല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ +1ൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത മാർക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ സാധാരണഗതിയിൽ എല്ലാ വിദ്യാർത്ഥികളും +1 ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാറുണ്ട്. അതായത് 3 വിഷയങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു പരീക്ഷ നടത്തപ്പെടുന്നത് ഏകദേശം സെപ്റ്റംബർ മാസത്തിലാണ് സാധാരണഗതിയിൽ എല്ലാ വർഷവും നടത്താറുണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം മുതൽ ആ ഒരു പരീക്ഷ സെപ്റ്റംബറിൽ നടത്തുന്നതിന് പകരം +1 പബ്ലിക് എക്സാമിനേഷനോടൊപ്പമാണ് നടത്തപ്പെടുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിൽ എക്സാമിനേഷനായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് നിങ്ങൾ ഈ വർഷം അതായത് 2024 നിങ്ങൾ ഈ ഒരു +1 പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൽ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല, അത് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ആ ഒരു +1 ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാനായിട്ട് സാധിക്കുന്നത് 2025 +1 പബ്ലിക് എക്സാമിനേഷനോടൊപ്പമായിരിക്കും. അതായത് 2025 +1 പബ്ലിക് എക്സാമിനേഷനോടൊപ്പമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. അതുപോലെ തന്നെ +1 ഇമ്പ്രൂവ്മെൻറ്റ് എന്ന രീതിയിൽ ഒരു എക്സാമിനേഷൻ സെപ്പറേറ്റ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വർഷം +1 പബ്ലിക് എക്സാമിനേഷൻ എഴുതാനായിട്ട് ഇരിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. കാരണം ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മികച്ച രീതിയിൽ നല്ല സ്കോർ നേടാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ +1 മോഡൽ എക്സാമിനേഷൻസിൻ്റെ ഒക്കെ ടൈം ടേബിളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ അതൊരു മെയിൻ എക്സാമിനേഷൻ ആണ് എന്ന രീതിയിൽ നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതായത് +1 പബ്ലിക് എക്സാമിനേഷന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ പാസ് എന്ന രീതിയിലൊക്കെ മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ അടുത്തതായിട്ട് ചോദിക്കുന്നത് അതായത് കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അതായത് +2 പബ്ലിക് എക്സാമിന് ശേഷവും അല്ലെങ്കിൽ +2 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ശേഷവും ഫെയിൽഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കാണ് കമ്പാർട്ട്മെൻ്റൽ വിദ്യാർത്ഥികളെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള സംശയമായിരിക്കും +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ട്, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു മുൻ വർഷം ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് അതായത് ഉദാഹരണത്തിന് നമുക്ക് കെമിസ്ട്രി സബ്ജക്റ്റ് എടുക്കാം. അപ്പോൾ കെമിസ്ട്രിയിൽ നിങ്ങൾക്കറിയാം പാസ്സാവുന്നതിനായിട്ട് 18 മാർക്കാണ് TE മാർക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ഒരു മാർക്കിന് പകരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാർക്ക് അതായത് TE 18 ലഭിച്ചത്, നിങ്ങൾക്കൊരു 15 മാർക്കാണ് ലഭിച്ചത് എന്ന് കരുതുക. നിങ്ങൾ ഈ വർഷം ഈ ഒരു +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു 10 മാർക്കോ അല്ലെങ്കിൽ 20 മാർക്കോ അല്ലെങ്കിൽ 14 മാർക്കോ ആണെന്ന് കരുതുക. നിങ്ങൾ കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അതായത് കഴിഞ്ഞ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു മാർക്കാണ് നിങ്ങളുടെ മാർക്കായിട്ട് കൺസിഡർ ചെയ്യുക. അത് കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ ആയതുകൊണ്ട് മാത്രമാണ് +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാർക്ക് പരിഗണിക്കുക എന്ന് പറയുന്നത്. അതേസമയം തന്നെ +1
റെഗുലറായിട്ടുള്ള അതായത് ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന റെഗുലറായിട്ടുള്ള വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് മികച്ച സ്കോർ ഏതാണോ അവർക്ക് ലഭിച്ചതിൽ പെട്ടിട്ട് ഏറ്റവും കൂടിയ സ്കോർ ആ ഒരു മാർക്കാണ് പരിഗണിക്കുക. കമ്പാർട്ട്മെൻ്റൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ അവസാനമായിട്ട് എപ്പോഴാണ്, അതായത് ഇപ്പോൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കാണോ ലഭിച്ചിട്ടുണ്ടായിരുന്നത്, ഉദാഹരണത്തിന് 10 മാർക്കാണ് ഈ കഴിഞ്ഞ 2023 +1 ഇമ്പ്രൂവ്മെൻറ്റിൽ ലഭിച്ചത് എങ്കിൽ ആ ഒരു മാർക്കാണ് നിങ്ങളുടേതായിട്ട് പരിഗണിക്കുന്നത്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉദാഹരണത്തിന് എല്ലാ ക്ലാസ്സിലെയും ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് സാധാരണഗതിയിൽ +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന റെഗുലർ വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ലഭിച്ചതിൽ ഏറ്റവും മികച്ച സ്കോർ ഏതാണോ, അതായത് ഏതാണ് കൂടിയ സ്കോർ അതാണ് നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. അതിനുശേഷം +2 പരീക്ഷ കഴിഞ്ഞു, +2 സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയ ശേഷം, അതായത് +2 പബ്ലിക് എക്സാമിനേഷനിൽ നിങ്ങൾ തോറ്റിട്ടുണ്ട്, അപ്പോൾ അതിനുശേഷം സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി അതിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത മാർക്ക് സേ പരീക്ഷയിൽ ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മാർക്കാണോ ഏത് മാർക്കാണോ അതിൽ കൂടുതൽ ആ ഒരു മാർക്കാണ് നിങ്ങളുടേതായിട്ട് കൺസിഡർ ചെയ്യുക. അതായത് ഈ ഒരു +2 സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ, അതായത് റെഗുലറായിട്ട് ആദ്യമായിട്ട് നിങ്ങൾ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷവും +2 സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ശേഷവും തോറ്റിട്ടുണ്ടായിരുന്നു, അതായത് ആ ഒരു സബ്ജക്റ്റ് ജയിക്കാൻ സാധിക്കാതെ മിനിമം മാർക്ക് നേടാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് ഇപ്പോൾ വീണ്ടും +1 കമ്പാർട്ട്മെൻ്റൽ ആയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നത്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ പ്രസൻറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണോ കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ 16 മാർക്ക് കിട്ടിയിട്ടുണ്ട്, മുൻപ് നിങ്ങൾക്കത് 17 മാർക്കാണെങ്കിൽ ആ ഒരു 16 മാർക്ക് ഇപ്പോൾ ലഭിച്ച മാർക്കാണ് നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ വീണ്ടും +2 പരീക്ഷ ഇനി വരുന്ന പരീക്ഷ എഴുതാനായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു +2 പരീക്ഷയിൽ ആ ഒരു സബ്ജക്റ്റിന് എത്ര മാർക്ക് കിട്ടുന്നു ആ ഒരു TE മാർക്കാണ് നിങ്ങളുടേതായിട്ട് കൺസിഡർ ചെയ്യുക. മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്ന ആ ഒരു മാർക്ക് നിങ്ങളുടേതായിട്ട് പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ടോട്ടലായിട്ട് അതായത് ഈ ഒരു 60 മാർക്ക് സബ്ജക്റ്റ് 36ഉം അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് 48 മാർക്കും TE മാർക്കായിട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും +2 പരീക്ഷ, അതായത് ടോട്ടൽ ഓവറോളായിട്ട് നോക്കുന്ന സമയത്ത് TE മാർക്ക് നിങ്ങൾക്ക് പാസ്സാവാനുള്ള മാർക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ +2 പരീക്ഷ എഴുതേണ്ടതില്ല. അതേസമയം TE മാർക്ക് ഈ ഒരു രീതിയിൽ മിനിമം ആയിട്ടുള്ള 36 അല്ലെങ്കിൽ 48 ലഭിച്ചിട്ടില്ല, 2 വർഷം കൂടി ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഉറപ്പായിട്ടും ആ ഒരു +2 പരീക്ഷ എഴുതിയിട്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഏതായാലും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ്, അതായത് +1 റെഗുലർ വിദ്യാർത്ഥികളുടേത്, അതായത് ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ആ ഒരു മാർക്ക് പരിഗണിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ലഭിച്ചിട്ടുള്ള കൂടിയ മാർക്കാണ്. അതേസമയം കമ്പാർട്ട്മെൻ്റൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിങ്ങൾ എഴുതിയിട്ട് ലഭിച്ച മാർക്കാണ് പരിഗണിക്കുക. ഇനി വരുന്ന +2 പരീക്ഷ നിങ്ങൾ, അതായത് കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ എഴുതുകയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പരീക്ഷയിൽ എത്ര മാർക്കാണോ ലഭിക്കുന്നത് ആ ഒരു മാർക്കാണ് പരിഗണിക്കുള്ളൂ, മുമ്പ് ലഭിച്ച മാർക്ക് പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഓവറോൾ പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികളും ഈ ഒരു +2 പരീക്ഷ വീണ്ടും എഴുതേണ്ടതില്ല. അതേസമയം നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, അതായത് +2വിന് നിങ്ങൾക്ക് മുമ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഒരു 12 മാർക്കാണ് ലഭിച്ചത്, +1ന് ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ നിങ്ങൾക്കൊരു 40 അല്ലെങ്കിൽ 30 മാർക്കോ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ പാസ്സാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് 12ൽ കൂടുതൽ മാർക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ +2 പരീക്ഷ എഴുതാവുന്നതാണ്. പ്രതീക്ഷയുണ്ടെങ്കിൽ പരീക്ഷ എഴുതുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഈ വർഷം +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടന്നതുപോലെ അടുത്ത വർഷം ഉണ്ടായിരിക്കുന്നതല്ല. +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ അതായത് +1 പബ്ലിക് എക്സാമിനേഷനോടൊപ്പമായിരിക്കും അടുത്ത വർഷം നടത്തപ്പെടുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.